മാന്നാറിന്റെ മണിമുഴക്കമുണ്ടല്ലോ ഇനി കേൾക്കാൻ പോകുന്നത് അങ്ങ് നാഗന്മാരുടെ നാട്ടിലേക്കാണ്, നാഗാലാൻഡിലേക്ക്. അവിടുത്തെ രണ്ട് പള്ളികളിലേക്ക് വേണ്ടി ഒരു കൂറ്റൻ രണ്ട് കൂറ്റൻ മണികൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് ആലപ്പുഴ മാന്നാറിലാണ്. ദൃശ്യങ്ങൾ കണ്ട ശേഷം കൂടുതൽ വിശേഷങ്ങൾ പറയാം. നാലടി ഉയരമുണ്ട്, 1200 കിലോ ഭാരവും. 12 തൊഴിലാളികൾക്ക് 6 മാസം വേണ്ടി വന്നു കൂറ്റൻ മണികൾ പണിയാൻ. കുരിശിന് പുറമെ പള്ളി നിൽക്കുന്ന ഗ്രാമത്തിന്റെ പേരും മണിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പാരമ്പര്യ വ്യവസായമാണ്. ഏതാണ്ട് ഞങ്ങൾക്ക് 100 കൊല്ലത്തോളം പാരമ്പര്യമുണ്ട് ഈ ബിസിനസ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്തതും അയക്കാൻ കഴിഞ്ഞതിലും. കൂറ്റൻ മണികൾ റോഡ് മാർഗം നാഗാലാൻഡിലേക്ക് കൊണ്ടുപോയി പുതിയ മണികൾ പുതുവർഷ പുലരിയിൽ പള്ളികളിൽ സ്ഥാപിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഇതിലൊരു കൗതുകം, ഈ നാഗാലാൻഡിലെ പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള മണി എന്തുകൊണ്ടാണ് മാന്നാറിൽ നിർമ്മിച്ചത്? വെള്ളത്തിൻ്റെയും വള്ളത്തിൻ്റെയും നാടെന്നാണ് പൊതുവെ ആലപ്പുഴക്കാരെ കുറച്ച് ആളുകളെങ്കിലും ഒന്ന് ആക്ഷേപിക്കുന്ന രീതിയിൽ പറയാറുള്ളത്. വള്ളവും ഞങ്ങളുടെ അഭിമാനം തന്നെയാണ്. അതുപോലെ തന്നെ മാന്നാർ മേഖലയിൽ വലിയ രീതിയിലുള്ള വെങ്കലപാത്ര, ഓടുപാത്ര നിർമ്മാണവുമുണ്ട്. ഇതിനോടകം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാന്നാറിൽ നിന്നുള്ള വലിയ ശില്പങ്ങൾ, വിളക്കുകളായാലും മണികളൊക്കെ ആണെങ്കിലും ഇതിനോടകം തന്നെ കടൽ കടന്നും കപ്പൽ കടന്നുമൊക്കെ പോയിട്ടുണ്ട്. ഈ മണിയുടെ ഒരു പ്രത്യേകത, ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് നാഗാലാൻഡിലെ നിയമസഭാ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഇടവകയിലേക്കും ഒപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഇടവകയിലേക്കുമാണ് 2 മണികൾ ഓർഡർ ചെയ്തത്. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ 1200 കിലോഗ്രാം ഭാരമുണ്ട്. എത്രത്തോളം നമുക്കതിൻ്റെ ഭാരമുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് റോഡ് മാർഗം കൊണ്ടുപോയിട്ടുണ്ട്. വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇത് വാഹനത്തിലേക്ക് കയറ്റിയതെന്ന് മാത്രവുമല്ല, ഓടായതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ, അതായത് വലിയ ഗർത്തങ്ങളിലൊക്കെ വീണാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് വളരെ സുരക്ഷിതമായി പൊതിയുക എന്നുള്ളത്, അത് പൊട്ടിപ്പോകാതിരിക്കാൻ പറ്റുന്ന സംവിധാനത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ 2 കാര്യങ്ങൾ കൂടി ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ഗ്രാമങ്ങളുടെ പേരാണ്, നാഗാലാൻഡിലുള്ള 2 ഗ്രാമങ്ങളുടെ പേര് കൂടിയാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും മാന്നാറിൻ്റെ നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടിൽ തന്നെ പലതവണ മാന്നാറിലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള, തീർച്ചയായും രഘു, എന്തായാലും മാന്നാറിൽ ഉണ്ടാക്കിയ ആ മണികൾ അത് പുതുവർഷ പുലരിയിൽ അവിടുത്തെ പള്ളികളിൽ സ്ഥാപിക്കും. അങ്ങനെ മാന്നാറിൽ ഉണ്ടാക്കിയ മണികളുടെ മണിനാഥം ഇനി അങ്ങ് നാഗാലാൻഡിൽ കേൾക്കാം.